വണക്കം, വന്ദനം, നമസ്കാരം, ഗുഡ് മോർണിംഗ് ടു യു ഓൾ. വെൽക്കം ടു ട്രേഡർ ഓപ്ഷൻ ട്രേഡർ. ഇന്നലെ നമ്മൾ വീഡിയോയിൽ രാവിലെ തന്നെ ഡിസ്കസ് ചെയ്തിരുന്നു 47,900 വന്നാലും അത്ഭുതപ്പെടാൻ ഇല്ല എന്ന്. അത് നിങ്ങൾ ഫീൽ ചെയ്തു എന്നുണ്ടെങ്കിൽ, ലൈവ് മാർക്കറ്റിൽ ഫീൽ ചെയ്തു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യുക. ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ദിവസം ഇന്ന് 16/4/2024 7:53 AM ആണ്. ഞാനൊരു സെബി രജിസ്റ്റർഡ് അഡ്വൈസറല്ല. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന കാര്യങ്ങൾ സ്റ്റഡി പർപ്പസിനായിട്ട് യൂസ് ചെയ്യുക. ഇന്നലെ ടെലഗ്രാം ചാനലിലും നമ്മൾ ഒരു സ്ട്രൈക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സ്ട്രൈക്കിൽ കുറച്ച് കാര്യങ്ങൾ ഒബ്സർവേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം മാർക്കറ്റ് പ്രൊഫൈൽ ബേസ് ചെയ്തിട്ടാണ് കേട്ടോ. മാർക്കറ്റ് പ്രൊഫൈൽ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ ടെലഗ്രാം ചാനൽ ഇല്ലാത്തവർ ജോയിൻ ചെയ്യാം. ലൈവ് ഒബ്സർവേഷൻ കൊടുക്കുന്നതാണ്. സ്റ്റഡി പർപ്പസിന് വേണ്ടിയിട്ട് ലൈവ് ഒബ്സർവേഷൻ കൊടുക്കുന്നതാണ്. ഓക്കെ, നമുക്ക് ഇന്ന് എങ്ങനെയാണ് ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചർ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ടാണ്. ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചറിൻ്റെ ചാർട്ടാണ്. ഈ ഇടത് സൈഡിൽ കാണുന്നത് സ്പ്ലിറ്റ് പ്രൊഫൈൽ എന്ന് പറയും. റൈറ്റ് സൈഡിൽ കാണുന്നത് ഫിക്സഡ് പ്രൊഫൈലാണ്. ഈ നടുക്ക് യെല്ലോ ലൈനിൽ കാണുന്നത് പോയിൻ്റ് ഓഫ് കൺട്രോളാണ്. ഗ്രേ ഏരിയ എന്ന് പറയുന്നത് വാല്യൂ ഏരിയയാണ്. ഇത് വന്നിട്ട് വാല്യൂ ഏരിയ ഹൈ, ഇത് വന്നിട്ട് വാല്യൂ ഏരിയ ലോ. ഇതാണ് മാർക്കറ്റ് പ്രൊഫൈലിൻ്റെ ബേസിക്സ്. വളരെ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ നമുക്ക് ഇന്നൊരു ഗ്യാപ്പ് ഡൗൺ ആണ് എന്നുണ്ടെങ്കിലും 47,400 അവിടെ ഒരു സിംഗിൾ പ്രിൻ്റ് ഉണ്ട്. കുറച്ച് ദിവസം മുന്നേ ഉള്ള ഒരു സിംഗിൾ പ്രിൻ്റാണ്. സിംഗിൾ പ്രിൻ്റ് എന്താണ് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് പയ്യെ പഠിച്ചു തുടങ്ങാം. സോ 47,400 അവിടെ ഒരു സിംഗിൾ പ്രിൻ്റ് ഉണ്ട്. സോ ഇന്ന് ഓവറോളായിട്ട് ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചർ ഒരു 300 പോയിൻറ്റിൻ്റെ ഒരു റേഞ്ചാണ് നമുക്ക് തരുന്നത്. എവിടെയാണോ ബാങ്ക് നിഫ്റ്റി ഓപ്പൺ ആകുന്നത് അവിടെ നിന്നൊരു 300 പോയിൻറ്റിൻ്റെ റേഞ്ച് നമുക്ക് ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചർ തരാനുള്ള സാധ്യതകളുണ്ട്. അവിടെ നിന്ന് മാത്രമേ ഒരു റേഞ്ച് എക്സ്റ്റൻഷൻ കിട്ടാനുള്ള സാധ്യതകളുള്ളൂ. ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചറിനെ സംബന്ധിച്ചിടത്തോളം അവിടെ നിന്ന് മാത്രമേ ഒരു റേഞ്ച് എക്സ്റ്റൻഷൻ കിട്ടാനുള്ള സാധ്യതകളുള്ളൂ. അത് തന്നെ 47,400 അവിടെ ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചർ ഓപ്പൺ ആയാൽ 47,700 ഒരു ടെസ്റ്റ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. 47,700 ഒരു റിവേഴ്സൽ ഒരു ടെസ്റ്റ് ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതല്ല ഫ്ലാറ്റ് ഓപ്പൺ ആയാൽ, ഇപ്പം ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചർ ഫ്ലാറ്റ് ഓപ്പൺ ആയാൽ ഈ ഗ്യാപ്പ് ഉണ്ടല്ലോ, ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ട് താഴോട്ടുള്ള ഈ ഓപ്പൺ ഈസിക്വൽ ടു ലോ ക്ലിയർ ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഓക്കെ, ഈ ഓപ്പൺ ഈസിക്വൽ ടു ലോ ക്ലിയർ ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണ് ഫ്ലാറ്റ് ഓപ്പൺ ആയാൽ മുകളിൽ പോയി 48,000 അവിടെ ഒരു റിജക്ഷൻ എടുത്തതിന് ശേഷം താഴെ നമുക്ക് ഒരു ഫാള് ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചർ കാണാൻ പറ്റും. പക്ഷേ വളരെ ചെറിയ റേഞ്ചാണ്. വൺ സൈഡ് മൂവ് വേണമെന്നുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യാം. 300 പോയിൻറ്റിൻ്റെ ഒരു റേഞ്ച് വന്നതിന് ശേഷം അവിടെ നിന്നൊരു ബ്രേക്കൗട്ട് താഴോട്ടാണെങ്കിലും മുകളിലോട്ടാണെങ്കിലും തന്നു കഴിഞ്ഞാൽ ഒരു 200 പോയിൻറ്റ് എക്സ്ട്രാ കൂടെ നമുക്ക് കിട്ടാനുള്ള സാധ്യതകൾ കൂടുതലാണ് ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചറിനെ സംബന്ധിച്ചിടത്തോളം. അപ്പം പറ്റുമെങ്കിൽ ലൈവിൽ ഒബ്സർവേഷൻ ഇടാം. ഇത്രയും നേരം കണ്ടതിൽ നന്ദി, നമസ്കാരം. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു വെരി മച്ച്.